നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പൂരം അഥവാ പൂർവ ഫൽഗുനി എന്ന നക്ഷത്രത്തെക്കുറിച്ചാണ്. ഇത് ചിങ്ങം രാശിയിൽ, പൂർണ്ണമായും ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. ചിങ്ങം രാശിയുടെ 13.20 ഡിഗ്രി മുതൽ 26.40 ഡിഗ്രി വരെ വരുന്ന ഒരു ഏരിയ, അതാണ് പൂരം നക്ഷത്രത്തിൻ്റെ സ്ഥാനം ചിങ്ങം രാശിയിൽ. ചിങ്ങം രാശിയുടെ അധിപൻ നിങ്ങൾക്കറിയാം, അത് സൂര്യനാണ്. ആത്മകാരകനായ സൂര്യനാണ്, പ്രതാപിയായ സൂര്യനാണ്. ഉന്നത സ്ഥാനങ്ങൾ നമുക്ക് നേടിത്തരുന്നത്, അംഗീകാരം നേടിത്തരുന്നതൊക്കെ സൂര്യനാണ്. അപ്പോൾ സൂര്യനാണ് ഈ നക്ഷത്രക്കാരുടെ രാശ്യാധിപൻ. നക്ഷത്രാധിപൻ വരുന്നത് ശുക്രനാണ്, വീനസ്. വളരെ സൂര്യനും ശുക്രനും കമ്പസ്റ്റൻ്റ് ആയിട്ടുള്ളൊരവസ്ഥ ഇല്ലെങ്കിൽ വളരെ ഉയർന്ന, കലാപരമായ ഉയർന്ന സ്ഥാനം ഒക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റും. അതുണ്ടാകും. സൂര്യനും ശുക്രനും അങ്ങനെ ഉണ്ടായാൽ, ചില സംഭവം അടുത്ത് വന്ന് കമ്പസ്റ്റൻ്റ് ആയാൽ ചില ദോഷങ്ങളൊക്കെ വരും. എന്നാലും കലാപരമായിട്ടൊക്കെ വളരെ ഉന്നത സ്ഥാനത്തിലെത്താൻ സാധ്യതയുണ്ട് ഈ പൂരം നക്ഷത്രക്കാർ. കൂടാതെ ഈ ചിങ്ങം രാശിയുടെ ഒരു ചിഹ്നമുണ്ട്, അത് സിംഹമാണ്. സിംഹരാശി എന്നും പറയും ഈ ചിങ്ങരാശിയെ. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് സിംഹത്തിൻ്റെ ചില ക്വാളിറ്റികളും നമ്മൾക്ക് കാണാൻ കഴിയും. കൂടാതെ ഈ നക്ഷത്രത്തിൻ്റെ ഡയറ്റി അത് ഭഗനാണ്, ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്, കല്യാണത്തിൻ്റെ ദേവതയാണ്, ആർഭാടത്തിൻ്റെ ദേവതയാണ്, പ്രോസ്പെരിറ്റിയുടെ ദേവതയാണ്. നമ്മൾ വിശ്വസിക്കുന്നത് പുരുഷരൂപത്തിലുള്ള ഒരു മഹാലക്ഷ്മിയുടെ അവതാരമാണ് ഭഗൻ എന്നാണ്. ഭഗന്റെ ഉത്തരവാദിത്വം ഭൂമിയിൽ ഉള്ള ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ തുല്യമായി അർഹതക്കനുസരിച്ച് ഭാഗിച്ചു കൊടുക്കുക. ഇതാണ് ഭഗൻ എന്ന ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം. അത് ചെയ്തു പോരുന്ന ഒരു ഡയറ്റിയാണ് ഭഗൻ. ധാരാളം സ്വത്തിൻ്റെ എല്ലാം കാര്യത്തിൽ വളരെ ഐശ്വര്യം ഉണ്ടാക്കുന്ന ഒരു ഡയറ്റിയാണ്. അപ്പോൾ അത് ഈ നക്ഷത്രക്കാർക്കുമുണ്ട്. അവർക്ക് പൂർവികമായ സ്വത്തൊക്കെ കിട്ടാനും അത് തുല്യമായി കിട്ടാനും ഒക്കെയുള്ള യോഗം ഈ പൂരം നക്ഷത്രക്കാർക്കുണ്ട്. അത് ഭഗ സാന്നിധ്യവും ഇൻഫ്ലുവൻസുമാണ്. പിന്നെ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ചിഹ്നം എല്ലാം, എപ്പോഴും ചിഹ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ പല സ്വഭാവങ്ങളും ചിഹ്നത്തിൽ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക. പൂരം നക്ഷത്രത്തിൻ്റെ ചിഹ്നം ഊഞ്ഞാലാണ്. ഊഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതൊരു റിലാക്സിങ്ങിൻ്റെ ഒരു കാര്യമാണ്. റിലാക്സിങ് ആണ്. ആ ചുറ്റുപാട് റിലാക്സിങ്ങിൻ്റെ ചുറ്റുപാടാണ്, സന്തോഷത്തിൻ്റെ ചുറ്റുപാടാണ്. അവിടെ ആർഭാടത്തിൻ്റെയും ചില സ്ഥാനങ്ങളുണ്ട്. അതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് നമ്മൾ പറയുന്ന സ്വഭാവ വിശേഷങ്ങളാണ്. സന്തോഷം, ആർഭാടം ഒക്കെ ഇവർക്ക് നിർബന്ധമാണ് പൂരം നക്ഷത്രക്കാർക്ക്. ഇല്ലെങ്കിൽ ഇവർ ഏകാന്തതയും
ആർഭാടമില്ലായ്മയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വിരക്തി ഉണ്ടാക്കും. കൂടുതലായി പോകുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. കാരണം വീനസിൻ്റെ സ്വാധീനം, വീനസ് ആർഭാടത്തിൻ്റെയും റൊമാൻറ്റിക് ആയിട്ടുള്ള സ്വഭാവങ്ങളുടെയുമൊക്കെ ഗ്രഹമാണ്. അതുകൊണ്ട് ഇവർ കൂടുതൽ റൊമാൻറ്റിക്കായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് നിയന്ത്രിക്കണം. കാരണം ജാതകത്തിൽ ഗ്രഹനില, ശുക്രൻ്റെ സ്ഥാനം, സൂര്യൻ്റെ സ്ഥാനമൊക്കെ ദോഷസ്ഥാനത്താണെങ്കിൽ ഇവർക്ക് ചില ദുരനുഭവങ്ങളും റൊമാൻറ്റിക് ഫീൽഡിലൊക്കെ ഉണ്ടാകാൻ സാധ്യത വരും. പ്രധാനമായിട്ട് ഇവർ വളരെ സിൻസിയറായിട്ടുള്ള ആൾക്കാരാണ്. എല്ലാം പൂർണ്ണമായിട്ടും ഇവർ വിശ്വസിക്കും. അപ്പോൾ അങ്ങനെ ചില ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ പരിശോധിച്ച് അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാക്കണം. അതിനാണല്ലോ നമ്മൾ ഈ ജാതകവും നക്ഷത്രങ്ങളെപ്പറ്റി പഠിക്കുന്നതുമെല്ലാം. ഏതായാലും സൂര്യനും ശുക്രനും ഒക്കെ ശക്തന്മാരായി നിൽക്കുന്നത് കൊണ്ട്, കൂടാതെ കാലപുരുഷൻ്റെ 5ാം ഭാവമാണ് ചിങ്ങം. 5ാം ഭാവം എന്ന് പറഞ്ഞാൽ അതൊരു സൃഷ്ടിയുടെ ഭാവമാണ്, ക്രിയേഷനാണ്. കലാപരമായിട്ടൊക്കെ ശുക്രൻ്റെ സാന്നിധ്യം കൂടി ഉള്ളതുകൊണ്ട് ഉയർന്ന സ്ഥിതിയിൽ ഇവർക്ക് എത്താൻ സാധിക്കും. മികച്ച പാട്ടുകാരും അഭിനേതാക്കളും ഈ ഫിലിം ഫീൽഡിലൊക്കെ ഡയറക്ടേഴ്സായിട്ടും ഒക്കെ ശോഭിക്കാൻ സാധ്യതയുള്ളൊരു നക്ഷത്രമാണിത്. പിന്നെ ധൈര്യവും ആരോഗ്യമൊക്കെ ഉള്ളത് കൊണ്ട് ഈ മിലിറ്ററി ഫീൽഡിൽ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെ ഇവർക്ക് അനുയോജ്യമായ മേഖലകളാണ്. മറ്റൊരു മേഖല ഇവർക്ക്, കാരണം ശുക്രൻ്റെ സാന്നിധ്യമുണ്ട്. ശുക്രൻ കലയുടെയൊക്കെ ഒരു പ്ലാനറ്റ് അല്ലേ. കൂടാതെ സ്വർണത്തിൻ്റെ കാരകത്വം സൂര്യനുമുണ്ട്. അതുകൊണ്ട് ഈ ജ്വല്ലറി ഫീൽഡിൽ ഡിസൈനേഴ്സായിട്ടൊക്കെ ഇവർക്ക് നല്ല മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും. പണപരമായിട്ട് റിസ്ക് എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ 5ാം ഭാവത്തിൻ്റെ ഒരു സ്വഭാവമാണത്. അതൊക്കെ നമ്മൾ ജാതകത്തിൽ ഗ്രഹനിലയും കൂടി നോക്കിയിട്ട് ചെയ്യണം. എങ്ങനെയായാലും ഒരു സക്സസ്ഫുൾ ആയി പോകുന്ന ഒരു നക്ഷത്രമാണ് പൂരം. എല്ലാവർക്കും പൂരം നക്ഷത്രം ഒരു സ്വീകാര്യമായൊരു നക്ഷത്രമാണ്. സ്നേഹത്തിൻ്റെയും പ്രോസ്പെരിറ്റിയുടെയും ആഹ്ലാദത്തിൻ്റെയും ഒരു സിമ്പിൾ, ഒരു അംഗീകരിക്കപ്പെടുന്ന നക്ഷത്രം ആണ് പൂരം. ഇനി ഞാൻ അടുത്ത സെഷനിൽ പൂരത്തിൻ്റെ അടുത്ത നക്ഷത്രം ഉത്രമാണ്. നമുക്ക് അടുത്ത സെഷനിൽ ഉത്ര നക്ഷത്രത്തെ പറ്റി സംസാരിക്കാം. തൽക്കാലം ഇത്രമാത്രം. ബായ്.